നമസ്തേ. നമ്മുടെ വികസ്വര രാജ്യമായ ഇന്ത്യ ഒരു സാംസ്കാരിക സമ്പന്നമായ രാജ്യമാണ് അല്ലേ? മാത്രമല്ല ഒരു മതേതര രാജ്യവുമാണ്. വികസ്വര രാജ്യമാണോ ഇന്ത്യ എന്ന് ചോദിച്ചാൽ അമേരിക്ക അടക്കം ഇന്ത്യയെ ഒരു വികസിത രാജ്യമായാണ് ഇപ്പോൾ കാണുന്നു എന്നത് ഒരു പ്രധാന പോയിന്റായി നമുക്കിവിടെ ചൂണ്ടിക്കാണിക്കേണ്ടി വരും. വെല്ലുവിളികളെ അതിജീവിച്ച് ലോക GDP-യിൽ തന്നെ ഇന്ത്യ മുൻപന്തിയിലേക്ക് കുതിക്കുന്നു എന്നത് തന്നെയാണ് അതിന് ഉദാഹരണം. കാരണം നമ്മുടെ മോദിജിയുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ മതേതര രാജ്യമായ ഇന്ത്യയിൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ജൈന, ബുദ്ധ തുടങ്ങിയ മതങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഈ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഇവയ്ക്ക് എത്രത്തോളം പ്രാധാന്യം വഹിക്കാനാകും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കേട്ടോളൂ. ഇന്ത്യയുടെ GDP-യിൽ ക്ഷേത്ര സമ്പദ് വ്യവസ്ഥ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്നതാണ്. സാംസ്കാരിക വികസനം പോലെ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ക്ഷേത്ര സമ്പദ്ഘടനയിൽ വളരെയേറെ പ്രാധാന്യം ഉണ്ട്. ഡൽഹിയിൽ നൂറുകണക്കിന് ഇമാമുകളും മൗലവികളും ഒക്കെ ശമ്പളത്തിനായി കൈകളിൽ പാത്രങ്ങളുമായി കെജ്രിവാളിന്റെ വാതിൽക്കൽ നിൽക്കുന്നത് ഒരു സ്ഥലത്ത്. മറുവശത്ത് ദേശീയ സാമ്പിൾ സർവേ ഓഫീസിൽ നിന്നുള്ള ഡേറ്റ പ്രകാരം ക്ഷേത്രങ്ങൾ മാത്രം നമ്മുടെ രാജ്യത്തിന്റെ GDP-യിൽ 2.32% സംഭാവന GDP-യിലേക്ക് ചെയ്യുന്നത്. അതായത് ഏകദേശം 3.02 ലക്ഷം കോടി രൂപ. ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു പ്രധാന സംഭാവന തന്നെയാണ് എന്ന് പറയാതെ വയ്യ. കൂടാതെ രാജ്യത്തെ സാമ്പത്തിക പ്രവർത്തനത്തിന്റെ പ്രധാന ഉറവിടമാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ. വാരണാസിയിലെ കാശി വിശ്വനാഥ സമുച്ചയത്തിലും ഉജ്ജയിനിലെ മഹാകാൾ സമുച്ചയത്തിലും ഇപ്പോൾ നമ്മുടെ അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്രത്തിലും അതിന്റെ സമുച്ചയത്തിലും ഉണ്ടായിട്ടുള്ള വളരെ ഗംഭീരവും ആകർഷകവുമായ മാറ്റങ്ങളെക്കുറിച്ച് ഒരു ചോദ്യം ഉയർന്നു വന്നിരുന്നു. ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നതിലൂടെ എത്ര പേർക്ക് തൊഴിൽ ലഭിക്കും? അല്ലെങ്കിൽ പ്രദേശത്തെ ജനങ്ങളുടെ സാമ്പത്തിക ജീവിതം എങ്ങനെ മാറും? അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലെ ആരാധനാലയങ്ങളിൽ വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ലഭിക്കുമോ? അതിനുള്ള ഉത്തരമാണ് ഇനി പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് അയോധ്യയെക്കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം. നമ്മുടെ മഹത്തായ രാമക്ഷേത്രത്തിൽ രാംലല്ല പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥയിൽ വിപ്ലവകരമായ മാറ്റമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കണക്കുകൾ അനുസരിച്ച് പറയുകയാണെങ്കിൽ അയോധ്യയിലെ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം വെറും 6 മാസത്തിനുള്ളിൽ മാത്രം ഏകദേശം 110 ദശലക്ഷം ഭക്തരെയാണ് ഇവിടേക്ക് ആകർഷിച്ചിരിക്കുന്നത്, ഇവിടേക്ക് വന്നിരിക്കുന്നത്. വെറും 6 മാസത്തിനുള്ളിൽ സന്ദർശകരുടെ എണ്ണത്തിൽ ഇത് 6 മാസത്തെ കണക്കാണ്. ഒരു വർഷം പിന്നിട്ടിരിക്കുകയാണ് നമ്മുടെ രാംലല്ല, നമ്മുടെ പ്രാൺ പ്രതിഷ്ഠ ചടങ്ങ് നടന്നിട്ട്. നമ്മുടെ ഈ സന്ദർശകരുടെയൊക്കെ എണ്ണത്തിൽ വാരണാസിയെയും മറികടന്ന് ഇപ്പോൾ അയോധ്യ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ആ പോയിന്റിലേക്ക് വരാം. ഇന്ത്യയിൽ 18 ലക്ഷത്തിലധികം ക്ഷേത്രങ്ങളാണുള്ളത്. അതിൽ 33,000 പ്രത്യേക ക്ഷേത്രങ്ങൾ, 52 ശക്തിപീഠങ്ങൾ, 12 ജ്യോതിർലിംഗങ്ങൾ എന്നിവയാണ് ഉൾപ്പെടുന്നത്. ദേശീയ സാമ്പിൾ സർവേ ഓഫീസ് പ്രകാരം ഹിന്ദുക്കൾ പ്രതിവർഷം 4.74 ലക്ഷം കോടി രൂപ മത തീർത്ഥാടനത്തിന് വേണ്ടി ചെലവഴിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ തീർത്ഥാടനങ്ങൾ രാജ്യത്തുടനീളമുള്ള 8 കോടി ആളുകൾക്ക് തൊഴിൽ നൽകുന്നുണ്ട്. വിചിത്രം എന്ന് പറയട്ടെ, അമൃത്നാഥ്, വൈഷ്ണോദേവി തീർത്ഥാടനങ്ങളിൽ നിന്ന് വരുമാനം നേടുന്നവരിൽ 90% പേരും മുസ്ലിങ്ങളാണ്. സോംനാഥ് ക്ഷേത്രത്തിൽ നിന്നുള്ള വരുമാനത്തിന്റെ 60% മുസ്ലിങ്ങൾക്കാണ്. നമ്മൾ ഇത് ഈ 2 ക്ഷേത്രങ്ങളുടെ മാത്രം കാര്യമല്ല, നമ്മുടെ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളുടെ അവസ്ഥ ഇത് തന്നെയാണ് എന്ന് വളരെ സങ്കടപൂർവ്വം തന്നെ പറയാതെ വയ്യ. നമ്മുടെ ഹിന്ദു മതത്തെ താഴ്ത്തിക്കെട്ടുന്നതിനായി കപട മതേതര രാഷ്ട്രീയക്കാർ ശ്രമിക്കുമ്പോൾ ക്ഷേത്രങ്ങൾ നമ്മുടെ സമൂഹത്തിനുണ്ടാക്കുന്ന, നമ്മുടെ രാജ്യത്തിനുണ്ടാക്കുന്ന പ്രയോജനങ്ങളെയും നന്മകളെയും കുറിച്ച് നമ്മൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ ക്ഷേത്ര സങ്കേതങ്ങളിൽ പൂക്കൾ, എണ്ണ, പലതരം വിളക്കുകൾ, സുഗന്ധദ്രവ്യങ്ങൾ, വളകൾ, കുങ്കുമം, പൂജാവസ്തുക്കൾ, പെയിന്റിങ്ങുകൾ എന്നിവയൊക്കെ വിറ്റാണ് ദശലക്ഷക്കണക്കിന് ആളുകൾ ഉപജീവന മാർഗം കണ്ടെത്തുന്നത് എന്നത് നിങ്ങൾ ഓർക്കേണ്ടതാണ്. സൂക്ഷ്മമായി ഒന്ന് നിരീക്ഷിച്ചാൽ ഒരു ചെറിയ ക്ഷേത്രം പോലും കുറഞ്ഞത് 25 പേർക്കെങ്കിലും ഉപജീവന മാർഗം നൽകുന്നുണ്ട് എന്നതോർക്കണം. കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ 2 വീൽ ചെയർ ഉള്ള ആളിന് പ്രതിദിനം കുറഞ്ഞത് 1000 രൂപയെങ്കിലും സമ്പാദിക്കാം. വിവിധ ക്ഷേത്രങ്ങളിലെ ചന്ദനത്തിരി വിൽപ്പനയിലൂടെ പ്രതിദിനം 300 മുതൽ 500 രൂപ വരെയാണ് അവർക്ക് കിട്ടുന്നത്. രാജ്യത്ത് 3.5 ലക്ഷം പള്ളികളുണ്ട്. പക്ഷേ അവയൊക്കെ തൊഴിൽ സൃഷ്ടിക്കുന്നുണ്ടോ? നമ്മുടെ ഈ ക്ഷേത്രങ്ങളെ പോലെ ഇല്ല.
പകരം പല സംസ്ഥാനങ്ങളിലും സർക്കാർ ഇമാമുമാർക്കും മൗലവികൾക്കും ശമ്പളം നൽകുന്നു എന്നത് നമ്മൾ ഓർക്കേണ്ടതാണ്. ഇത് സംസ്ഥാന ഖജനാവിന്റെ ഭാരമാണ് വർദ്ധിപ്പിക്കുന്നത്. ക്ഷേത്രങ്ങളിൽ നിന്നും ഹിന്ദുക്കളിൽ നിന്നും പിരിച്ചെടുക്കുന്ന നികുതികളിൽ നിന്നാണ് ഈ ശമ്പളം അവർക്ക് ലഭിക്കുന്നത് എന്നോർക്കണം. എന്നിരുന്നാലും അവർ ഹിന്ദു മതത്തെ വിമർശിക്കുക മാത്രമല്ല, നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഹിന്ദുക്കൾ ദാനം നൽകുന്ന മതേതരത്തിന്റെ വിലയാണ് ഇവർക്ക് കിട്ടുന്നത് എന്ന് ഓർക്കാണ്ടാണ് ഇവരിതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓർക്കുന്നുണ്ട്, പക്ഷേ അവർ അവരുടെ ചുമതലയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിക്കോളൂ എന്താണ് ഉദ്ദേശിച്ചത് എന്ന്. ക്ഷേത്രങ്ങളെ സർക്കാർ നിയന്ത്രണത്തിൽ നിന്ന് മോചിപ്പിക്കണം എന്നും പള്ളികളെയും സമാനമായ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം എന്നും നാം ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കണം. എത്ര പറഞ്ഞാലും കേൾക്കാൻ പോകുന്നൊന്നുമില്ല. പക്ഷേ ഇത് നമ്മുടെ അവകാശമാണ്, നമുക്ക് വേണ്ടിയാണ്. എന്തുകൊണ്ട് ക്ഷേത്രങ്ങളെ മാത്രം ഇങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിൽ നിർത്തുന്നു? പള്ളികളൊക്കെ അവർക്ക് അവരുടേതായ രീതിയിൽ അവർ മുന്നോട്ട് പോകുന്നു. നമ്മൾ ക്ഷേത്രങ്ങളെ മാത്രം സർക്കാർ നിയന്ത്രണത്തിലാക്കി, ദേവസ്വം ബോർഡിന്റെ കീഴിലാക്കി. എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്? നമുക്ക് വീണ്ടും അയോധ്യയിലെ രാമക്ഷേത്രത്തിലേക്ക് വരാം. അവിടെ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിന് മുമ്പ് 20,000 തൊഴിലവസരങ്ങളാണ് നമ്മുടെ ഹോസ്പിറ്റാലിറ്റി, ട്രാവൽ, ടൂറിസം, വ്യവസായം എന്നിവയിൽ മാത്രം സൃഷ്ടിച്ചത്. ദിവസേന ലക്ഷക്കണക്കിന് ഭക്തരുടെ വരവുള്ളതിനാൽ തന്നെ ഇനിയുള്ള വർഷങ്ങളിലും മാസങ്ങളിലും എല്ലാം തൊഴിലവസരങ്ങളിൽ വളരെ വൻ രീതിയിൽ തന്നെയുള്ള ഒരു വർധനവ് ഉണ്ടാകും എന്നാണ് വ്യവസായ വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. അവരുടെ റിപ്പോർട്ടുകൾ, അവരുടെ പഠനങ്ങൾ അതാണ് നൽകുന്നത്. നമ്മുടെ വിനോദസഞ്ചാരത്തിന്റെ ഈ വർധനവോടെ അയോധ്യയിലെ യാത്ര, ഹോസ്പിറ്റാലിറ്റി 10 മടങ്ങാണ് വർദ്ധിച്ചിരിക്കുന്നത്. വൻകിട ഹോട്ടലുകളിലും അതുപോലെ തന്നെ കമ്പനികളും അയോധ്യയിൽ മാത്രമായി ഇനി ശാഖകൾ തുറക്കാൻ പോകുകയാണ്. കുറെ വൻകിട ബിസിനസ്സുകൾ അവിടെ വന്നു കഴിഞ്ഞു. ഇത്തരം സ്ഥലങ്ങളിലുള്ള ഹോം സ്റ്റേകളുടെ കാര്യവും ഇവിടെ നാം എടുത്തു പറയേണ്ടതാണ്. ഇത് അയോധ്യയിലെ മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിൽ ഉടനീളമുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലെ പ്രധാന ക്ഷേത്രങ്ങളിലെ കാര്യങ്ങളാണ് ഞാൻ ഈ സൂചിപ്പിച്ചതെല്ലാം. അതിൽ അയോധ്യ ക്ഷേത്രം വന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6 മാസത്തിനുള്ളിൽ 110 ദശലക്ഷമാണ്. അപ്പോൾ ഇപ്പോൾ 1 വർഷം പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ എത്രത്തോളം വന്നു എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇനി നമ്മുടെ പ്രത്യക്ഷമായും പരോക്ഷമായും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലും പരിസര പ്രദേശങ്ങളിലും തൊഴിലവസരങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. കൂടാതെ വിദേശ വിനോദസഞ്ചാരികളുടെ ഇവിടേക്കുള്ള വരവ് മൂലം വിദേശ നാണ്യവും ലഭിക്കുന്നുണ്ട്. തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നിന്നുള്ള വരുമാനം ഓരോ വർഷവും കൊണ്ട് ഇരട്ടിയാകുകയാണ് ഇവിടെ ചെയ്യുന്നത്. അത്തരത്തിൽ വ്യത്യസ്തമായ ഒരു സാംസ്കാരിക സമ്പദ് വ്യവസ്ഥയുടെ മാതൃക തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ ലോകത്തിനു മുന്നിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്തായാലും ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വയ്ക്കുക. നമ്മളുടെ ക്ഷേത്രങ്ങൾ നമ്മുടെ ഇന്ത്യൻ GDP-യിൽ എത്രത്തോളം പ്രാധാന്യമാണ് അർഹിക്കുന്നത് എന്നുള്ളത്.